ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ വൻകരകളിൽ ഇന്റർനെറ്റ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന കേബിളുകളെ ഹൂതികൾ ലക്ഷ്യം വെച്ചിട്ട് നാളുകളായിരുന്നു. കേബിളുകൾ തകർത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ സംവിധാനം ഇല്ലാതാക്കുമെന്ന ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തിയത്. ഇപ്പോഴിതാ ചെങ്കടലിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്ന കേബിളുകൾ അവർ തകർത്തതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ആഴക്കടലിലെ 3 കേബിളുകളാണ് തകർത്തതെന്നാണ് പറയുന്നത്. ഈ 3 കേബിളുകളും ഇന്ത്യ വഴി ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതാണ്. ചെങ്കടലിലെ ട്രാഫിക്കിന്റെ 25% വരുന്ന യൂറോപ്പ് ഇന്ത്യ ഗേറ്റ്വേ, സീകോം, AAE1 എന്നീ കേബിളുകളാണ് തകർത്തിരിക്കുന്നത്. UK മുതൽ മുംബൈ വരെയുള്ളതാണ് EIG സീകോം. ഫ്രാൻസിൽ നിന്ന് ചെങ്കടൽ വഴി ഇന്ത്യയിലേക്കും ദക്ഷിണാഫ്രിക്കയിലേക്കും നീളുന്നു. AAE1 ഇന്ത്യ, ദക്ഷിണ കിഴക്കൻ ഏഷ്യ, ഹോങ്കോങ് എന്നീ പ്രദേശങ്ങളെ ഫ്രാൻസ്, ഇറ്റലി, ഗ്രീസ് എന്നിവയുമായാണ് ബന്ധിപ്പിക്കുന്നത്. നിലവിൽ ഈ കേബിളുകൾ വഴിയുള്ള ഇന്റർനെറ്റ് മറ്റ് കേബിളുകളിലേക്ക് റീറൂട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് വിവരം. തകർന്ന കേബിളുകൾ അടുത്ത കാലത്തൊന്നും ശരിയാക്കുവാൻ സാധിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. യമന്റെ സമുദ്രപരിധിയിൽ വരുന്ന പ്രദേശത്തേക്ക് കപ്പലെത്തിക്കുവാൻ അവരുടെ അനുമതി നേടണം എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൂതികളെ US തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവർക്കുമേൽ ബ്രിട്ടൻ ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഹൂതികളുമായി കമ്പനികൾക്ക് വാണിജ്യ കരാറുകൾ സ്ഥാപിക്കാൻ കഴിയില്ല. റിപ്പയറിങ്ങിനുള്ള കപ്പൽ എത്തിക്കുന്നതിനുള്ള കാലതാമസവും വർദ്ധിച്ചുവരുന്ന ചെലവുമാണ് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാരണം. പ്രശ്ന പരിഹാരത്തിന് ഒരു ദിവസം $150,000 എങ്കിലും ചെലവ് വരുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം കേബിളുകൾ ആരെങ്കിലും തകർത്തതാകാൻ സാധ്യതയില്ലെന്നും ആകസ്മികമായ അപകടമായിരിക്കുമെന്നും വാഷിംഗ്ടണിലെ ടെലികമ്മ്യൂണിക്കേഷൻ സ്ഥാപനമായ ടെലിജോഗ്രഫി പറയുന്നുണ്ട്. ഫെബ്രുവരി 18-ന് ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള റൂബിമാർ എന്ന കപ്പൽ മാർച്ച് 2-ന് മുങ്ങിയിരുന്നു. മുങ്ങുന്നതിന് വടക്കോട്ട് നീങ്ങിയ റൂബിമാർ കാരണമാകാം കേബിളുകൾക്ക് തകരാറ് സംഭവിച്ചതെന്നും വിവരമുണ്ട്. എന്നാൽ ഇത് രാജ്യങ്ങളെ ബാധിച്ചു കഴിഞ്ഞതായാണ് വിവരം. കേബിളുകളുടെ തകരാർ ആഗോള ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകളിൽ കാര്യമായ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. 4 പ്രധാന ടെലികോം നെറ്റ്വർക്കുകൾക്ക് കീഴിൽ വരുന്ന കേബിളുകളാണ് മുറിഞ്ഞുപോയതെന്ന് ഹോങ്കോങ്ങിലെ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയായ HGC ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ അറിയിച്ചിട്ടുണ്ട്. ഏഷ്യ, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിലെ ടെലികോം ട്രാഫിക്കിന്റെ 25% പ്രശ്നം ബാധിച്ചതായാണ് കണക്കാക്കുന്നതെന്ന് HGC ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം കേബിളുകൾക്ക് എങ്ങനെയാണ് തകരാർ സംഭവിച്ചതെന്ന് HGC വ്യക്തമാക്കിയിട്ടില്ല. ആഗോളതലത്തിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുന്നതിൽ ആഴക്കടൽ കേബിളുകൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ 2006-ൽ തായ്വാനിൽ സംഭവിച്ചതുപോലെ ഈ കേടുപാടുകൾ ആഗോളതലത്തിൽ തന്നെ വ്യാപകമായ ഇന്റർനെറ്റ് തകരാറുകൾക്ക് കാരണമാകും. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ ഭീമൻ കമ്പനികൾ അടുത്ത വർഷങ്ങളിലായി ഈ കേബിളുകളിൽ നിക്ഷേപം നടത്തിയിരുന്നു. ഹൂതി വിമതർ കേബിളുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന യമൻ സർക്കാരിന്റെ ഔദ്യോഗിക മുന്നറിയിപ്പ് ലഭിച്ച ആഴ്ചകൾക്ക് ശേഷമാണ് ചെങ്കടലിലെ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചിരിക്കുന്നത്. കേബിളുകളുടെ കേടുപാടുകൾക്ക് ഹൂതികൾക്ക് പങ്കുണ്ടെന്ന് ഇസ്രയേൽ വാർത്താ ഔട്ട്ലെറ്റായ ഗ്ലോബ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിച്ച ഹൂതി നേതാവ് അബ്ദൽ മാലിക് അൽ ഹൂതി രംഗത്ത് വന്നിരുന്നു. ബ്രിട്ടനും അമേരിക്കയുമാണ് ഇതിന് പിന്നിലെന്നും അവർ ആരോപിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയെ ഈജിപ്ത് വഴി യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന 25,000 കിലോമീറ്റർ കേബിൾ ശൃംഖലയും യൂറോപ്പ്, മധ്യേഷ്യ, ഇന്ത്യ എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന യൂറോപ്പ് ഇന്ത്യ ഗേറ്റ്വേയും തകരാറിലാണ്. വോഡഫോൺ ആണ് ഇതിലെ പ്രധാന നിക്ഷേപകർ.